പേര് സിന്ധു കുര്യൻ. ഞാൻ എറണാകുളം ജില്ലയിലെ പെരിങ്ങാല എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാനിപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് UK-യിൽ നിന്ന് ലീവ് എടുത്ത് ഇതിനു വേണ്ടി മാത്രം വന്നതാണ് ഇവിടെ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാതാവ് 2 വലിയ അനുഗ്രഹങ്ങളാണ് തന്നത്. ഒന്ന്, സ്റ്റേജ് 3 ആയ ബ്രസ്റ്റ് ക്യാൻസർ എനിക്ക് സുഖപ്പെടുത്തി തന്നു. 2, എനിക്ക് UK-ക്ക് വിസ തന്നു. ഇത് രണ്ടും ഈശോ എനിക്ക് തന്ന മാതാവിലൂടെ നേടിത്തന്നു കഴിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. ഞാൻ സൗദിയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു UK-ക്ക് പോകുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ UK ഒരു ഏജൻസിയെ സമീപിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. അവർ വഴി ഞങ്ങൾ ഏജൻസിയെ സമീപിച്ച് ഞങ്ങൾക്കൊരു വർക്ക് പെർമിറ്റ് കിട്ടി അവിടെ പോകാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സൗദിയിലുള്ള ജോലി റിസൈൻ ചെയ്തു COS വരാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഏജൻറ്റ് പറയുന്നത് ആ വർക്ക് പെർമിറ്റിൽ COS കിട്ടില്ല, ഇപ്പം എന്തോ ഒരു തടസ്സമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ കൃപാസനത്തിൽ നീ പോയി ഉടമ്പടി എടുക്ക്, അപ്പം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നേരം അവിടെ നിന്ന് ഞാൻ പോന്നിട്ടില്ലായിരുന്നു സൗദിയിൽ നിന്ന്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ അവിടെ നിന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ 2ാമത്തെ ദിവസം ഈ ഏജൻറ്റ് തന്നെ വിളിച്ചിട്ട് എനിക്ക് വേറെ ഒരു ഇൻ്റർവ്യൂ തരികയും 2 ദിവസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് പുതിയത് കിട്ടുകയും അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് COSന് വേണ്ടി സൗദിയിൽ നിന്ന് നാട്ടിലോട്ട് തിരിച്ചു പോന്നു. പോരുന്ന സമയത്ത് ഞാനിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പുള്ളതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ നഴ്സായത് കൊണ്ട് എനിക്ക് തന്നെ എക്സാമിൻ ചെയ്തിട്ട് ഞാൻ തന്നെ പോയി സ്വന്തമായിട്ടൊരു മാമോഗ്രാം ചെയ്തു. മാമോഗ്രാം ചെയ്തപ്പോൾ ആ ചെയ്ത ടെക്നീഷ്യൻ എന്നോട് പറഞ്ഞു, നിനക്കറിയാമല്ലോ ഇതെനിക്ക് തോന്നുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇതിനൊരു ബയോപ്സി നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് അവിടെ വെച്ച് ഡോക്ടറെ പോലും കാണാതെ ബയോപ്സി എടുത്തു. ബയോപ്സി എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ 1-2 ബയോപ്സി അവിടെയും കൂടെ എടുത്തു അവർ. അതെടുത്ത് സ്കാൻ ചെയ്തു, CT സ്കാൻ ചെയ്തു, MRI ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ഓൾറെഡി ഇത് ഒരു അഗ്രസീവായിട്ടുള്ള ക്യാൻസറാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ വിസ കിട്ടി, ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്, എനിക്ക് ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഓൾറെഡി വിസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ ഈ വിസയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ മരിച്ചു പോകും, UK ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ ഒരു 6 മാസമെങ്കിലും എടുക്കും, അവിടെ ചെന്ന് നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. നീ ഇപ്പോൾ വിസയാണോ നിനക്ക് ജീവിതമാണോ വലുതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥ വന്നു. ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛനോട് അതൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒരു വിഷയം പറയാൻ പറ്റുള്ളൂ എന്ന് അന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ബ്രസ്റ്റ് ക്യാൻസറാണല്ലോ, അതുകൊണ്ട് ഞാൻ അതിനകത്ത് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് മാത്രം എഴുതി എൻ്റെ വിസയും ടിക്കറ്റ് എടുക്കാനുള്ള എല്ലാ പേപ്പറുകളും എടുത്ത് കയ്യിൽ വെച്ച് അച്ഛനോട് ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാനത് കയ്യിൽ വെച്ചു. അച്ഛനോട് ഞാനതൊന്നും പറഞ്ഞില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എനിക്ക് 2 വചനങ്ങൾ കിട്ടി. ഒന്ന്, നമ്മൾ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും ഇരുമ്പോടാമ്പലുകൾ തകർക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുക, അങ്ങനെ ഒരു വചനം, ഞാൻ വചനം ഏതാന്ന് മറന്നുപോയി. അങ്ങനെ ഒരു വചനം എനിക്ക് അന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് കിട്ടിയത് വൈദ്യസഹായം നിരസിക്കരുത്, വൈദ്യനെ സൃഷ്ടിച്ചതും ദൈവം തന്നെയാണെന്ന് ഞാൻ ബൈബിളിൽ നിന്നൊരു വചനം കണ്ടു. അപ്പോൾ എനിക്കൊരു ധൈര്യമായി, ഞാൻ പോയാലും എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും, ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് മാതാവ് പറഞ്ഞതായിട്ട് മനസ്സിലായി. അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ അന്നേരം ഒരു ആക്സിഡൻ്റായിട്ട് കിടക്കും. അപ്പോൾ എനിക്ക് വീട്ടിൽ ആരോടും പറയാൻ മേലാത്തൊരവസ്ഥയാണ്, എനിക്ക് വയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ആരോടും പറയാതെ പോയി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അങ്ങനെ അവർ എല്ലാം വിഷമിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരോടും പറയാതെ, യാത്ര പോലും പറയാതെ, ബന്ധുക്കളോടൊന്നും യാത്ര പറയാതെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇന്ന ഡേറ്റിന് എനിക്ക് UK പോകണം മാതാവേ എന്ന് പറഞ്ഞു. ആ ഡേറ്റിന് മാതാവ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. ആ ഡേറ്റിന് ഞാൻ UK ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അക്കോമഡേഷൻ റെഡിയില്ല. 1 മാസം കഴിഞ്ഞിട്ടാണ് ജോലിക്ക് കയറാൻ പറ്റുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ലിൻസി എന്ന് പറഞ്ഞ്, ആ ഫ്രണ്ടും ഫാമിലിയും എല്ലാം സപ്പോർട്ടീവായിരുന്നു. അവർ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മാതാവ് എനിക്ക് മുമ്പേ അയച്ച ദൂതൻ എന്ന് പറഞ്ഞോടെ തന്നെയാണ് അവരൊക്കെ. അങ്ങനെ അവരുടെ
വീട്ടിൽ ഞാൻ 1 മാസം നിന്നു. അവർ മാഞ്ചസ്റ്ററിലാണ്, എനിക്ക് സോക്കോണ്ടറിലാണ് ജോലി കിട്ടിയേക്കുന്നത്. അവരുടെ വീട്ടിൽ നിന്ന് എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞോണം GP അപ്പോയിൻമെൻറ്റ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് BRP കാർഡ് കിട്ടണം, എന്നാലേ നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതും എടുക്കാൻ എല്ലാത്തിനും ഈ ഫാമിലിക്കാരെന്നെ ഒരു 10 പ്രാവശ്യം എന്ന് പറഞ്ഞോട് ഈ 1 മാസത്തിനിടയ്ക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് ഡോക്ടറെ അടുത്ത് ചെന്നു. അവിടെ നിന്ന് നമുക്ക് ഇവിടുന്ന് ഡയഗ്നോസായിട്ട് വന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലി കയറാൻ പറ്റില്ല എന്നെല്ലാവരും പറഞ്ഞേം കൊണ്ട്, അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ പുതിയതായിട്ട് പിന്നെയും ഡോക്ടറെ കാണിച്ചു, ബയോപ്സി എടുത്തു. അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് അവിടെ. പക്ഷെ മാതാവിനോട് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ ഈ രൂപം കയ്യിൽ മുറുക്കെ പിടിച്ചും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ഓരോ പ്രാവശ്യം ഡോക്ടറെ കാണാനായിട്ട് അപ്പോയിൻമെൻറ്റിന് ഏത് ഡേറ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇടുന്നു. ആ ഡേറ്റ് എല്ലാം മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ആ ഡേറ്റിൽ ഞാൻ അവിടെ ഇത് സ്കാൻ ചെയ്തു, ബയോപ്സി രണ്ടാമതെടുത്തു. ബ്രസ്റ്റ് ക്യാൻസർ, അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസറാണ്. ഓൾറെഡി ആക്സിലറി മെറ്റാസ്റ്റസിസായി. മീഡിയ സ്റ്റേണത്തില്ല, അന്നേരത്തെ കണ്ടില്ലായിരുന്നു ഡോക്ടർ. അതുകൊണ്ട് എനിക്ക് കീമോതെറാപ്പി തരാമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാർ പ്ലാൻ ചെയ്തു. അതുവരെ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു, അക്കോമഡേഷനൊന്നും ശരിയാവാത്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അക്കോമഡേഷൻ കിട്ടി, ജോലിക്ക് കയറി. 1 മാസം തികയുന്നതിന് മുമ്പ് എനിക്ക് ഫസ്റ്റ് കീമോതെറാപ്പിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞാനിപ്പോൾ അവിടെ ചെന്ന് ഡ്യൂട്ടിയിൽ ചെന്ന് മാനേജരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് നാട്ടിൽ കയറി പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകേണ്ടി വരും, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല മാതാവേ എന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മാതാവ് എന്നെ ആശ്വസിപ്പിച്ച് ഓരോ വചനങ്ങളും തന്നിങ്ങനെ മനസ്സിൽ വരുത്തും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ചെന്ന് കാശ് രൂപം ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടേ ഞാൻ പോയി മാനേജറെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ബ്രസ്റ്റിൽ ഇങ്ങനെ ഒരു തടിപ്പ് പോലെ വന്നു, ബയോപ്സി ചെയ്തു, അത് ക്യാൻസറാന്ന് വന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് തിരിച്ചു പോയാൽ സാമ്പത്തികമില്ല, നാട്ടിൽ പോയാൽ ചികിത്സിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവരൊരു കുഴപ്പമില്ല, നിനക്ക് ഞങ്ങൾ ഫുൾ സപ്പോർട്ട് തരാം, നിനക്ക് പറ്റുന്ന പോലെ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ആ മാനേജർ ഒരു മാതാവിനെ പോലെ എൻ്റെ മുമ്പിൽ എന്നെ സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും കീമോയ്ക്ക്, അപ്പോൾ ഫസ്റ്റ് കീമോയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടി. ഞാൻ ചെന്ന് ഫസ്റ്റ് കീമോ എടുത്തു കഴിഞ്ഞപ്പം ആണ് പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ട് ആ ഫസ്റ്റ് കീമോ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ സെക്കൻഡ് കീമോയ്ക്ക് ഡോക്ടറിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ഇത് അഡ്വാൻസ്ഡ് ആണ്, ഓൾറെഡി ത്രൂ മെഡ്സ് ഉണ്ട്. ഈ പെറ്റ് സ്കാനിൽ അപ്പർ മീഡിയ സ്റ്റേണത്തിലും മെഡ്സ് കാണുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് കീമോ തന്നിട്ട് ഒരു ഗുണവുമില്ല, നീ മരിച്ചു പോകത്തേ ഉള്ളൂ. വെറുതെ പാലിയേറ്റീവ് കീമോ വേണമെങ്കിൽ ഡിസീസ് നിനക്ക് വിഷമങ്ങൾ വരാതിരിക്കാനുള്ള കീമോ തരാം, പക്ഷെ അല്ലാതെ നിനക്കൊരു ക്യൂറേറ്റീവായിട്ടുള്ള കീമോ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്കാകെ ടെൻഷനായി. ഇവിടുന്ന് പിന്നെ ഞാൻ അപ്പോഴേക്കും തന്നെ എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കും ഉള്ള വിസയ്ക്ക് വെച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ കറക്റ്റ് ടൈമിൽ തന്നെ ഹസ്ബൻഡിനും മക്കൾക്കും 1 മാസത്തിനുള്ളിൽ അവിടെ വരാനും ഞങ്ങൾക്ക് വീടെടുത്ത് താമസിക്കാനും. അപ്പോൾ എനിക്ക് സപ്പോർട്ടിന് ആരുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ ഫാമിലിയെ കൊണ്ടുവന്ന് തന്നു. അവിടെ അവരുടെ 2 മക്കളുടെയും ഹസ്ബൻഡിൻ്റെയും വിസ കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടറിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നീ മരിച്ചു പോകാനുള്ള, ഇവിടുന്ന് എന്നോട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ്, ഞാൻ കാരിത്താസിൽ പോയപ്പോൾ ആ ഡോക്ടർ എന്നോട് അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, നിനക്ക് വിസയാണോ ലൈഫാണോ വല്ലതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലൈഫാണ് വല്ലത്, പക്ഷേ കാശില്ലാത്തൊരവസ്ഥയിൽ നമ്മളിവിടെ കിടന്നിട്ട് ആരും നമ്മളെ സഹായിക്കാൻ ആളില്ല. അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് അങ്ങ് പോയത്, ഞാൻ പിന്നെ വന്നോളാം. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി തീരുമാനം എടുത്തിട്ട് വരാനാണ് അന്ന് എന്നോട് പറഞ്ഞു വിട്ടത്, 1 വർഷം കഴിയാതെ പോകരുത്, വിസ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെയുള്ള സഹായങ്ങളെല്ലാം മാതാവ് ചെയ്തു തന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു കീമോ കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്കാൻ ചെയ്ത റിപ്പോർട്ട് വന്ന്, അല്ല അതിന് മുമ്പുള്ള റിപ്പോർട്ടാണ്, ഒരു കീമോ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടുന്നത് റിപ്പോർട്ട്. അതിൻ്റെ അകത്ത് മീഡിയ സ്റ്റേണം മെഡ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ക്യൂറേഷൻ നിനക്ക് ഇതല്ല, ഡിസീസ് മാറത്തില്ല, വെറുതെ കീമോ തന്നതിൻ്റെ നോർമൽ സെൽസ് നശിച്ചു പോകത്തേ ഉള്ളൂ, അതുകൊണ്ട് നീ അത് ചെയ്തിട്ട് ഒരു ഗുണമില്ല, ഈ കീമോ നിനക്ക് ക്ഷീണം കൂടുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അസുഖത്തിനനുസരിച്ച് വേണമെങ്കിൽ ഞങ്ങൾ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഞാൻ 1 മിനിറ്റും ഇതിലിങ്ങനെ പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു. അപ്പം മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ്, എനിക്ക് ക്യൂറേറ്റീവ് കീമോ വേണം, പാലിയേറ്റീവ് കീമോ വേണ്ട,
എൻ്റെ നിങ്ങളിൽ അവിടെ ട്യൂമർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡുണ്ട്. അവരെല്ലാവരും കൂടി ഈ റിപ്പോർട്ടുകളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് പാലിയേറ്റീവ് കീമോ തരുള്ളൂ എന്ന് ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ട്യൂമർ ബോർഡിലുള്ള ഡോക്ടർമാരെക്കാളും എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഡോക്ടറെക്കാളും വലുതായിട്ട് ഒരു വൈദ്യൻ മുകളിലുണ്ട്. എൻ്റെ മാതാവും എൻ്റെ വൈദ്യനും എന്നെ കാത്തോളും. അതുകൊണ്ട് എനിക്ക് ക്യൂറേറ്റീവ് കീമോ തന്നെ വേണം ഡോക്ടർ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതെൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് 2 തന്നൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, എന്നാലും ഞാൻ നിന്നെ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ഇവിടെ 10 സെൻറ്റിമീറ്റർ നീളത്തിലുണ്ടായിരുന്ന വലിയൊരു ട്യൂമറായിരുന്നു. അത് നമുക്ക് ആർക്ക് പുറത്തുനിന്ന് പിടിച്ച് നോക്കിയാലും മനസ്സിലാകുന്ന രീതിയിൽ അത്രയും തടിച്ചിങ്ങനെ തകർത്തായിരുന്നു 1 മാസത്തിനുള്ളിൽ. ആ ട്യൂമറും ആക്സിലയിൽ കുറേ ലിംഫ് നോഡ് ഉണ്ടായിരുന്നു. ഡോക്ടർ പാൽപ്പേറ്റ് ചെയ്തിട്ട് ഒരെണ്ണം പോലും കാണാനില്ലാത്തോളം മാതാവ് ഒരൊറ്റ കീമോയിൽ എനിക്ക് ഇത് തന്നു. ഡോക്ടർ പറഞ്ഞു, ഇതെന്ത് അത്ഭുതം സംഭവിച്ചത് ഞങ്ങൾക്ക് പോലും അറിയില്ല, ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ കാണുന്നത്, നിന്നെ ദൈവം അനുഗ്രഹിച്ചത് തന്നെയാണെന്ന് ആ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ 6 ദിവസത്തെ കീമോതെറാപ്പി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് സർജൻ എന്നോട് പറഞ്ഞത് സർജറി ചെയ്യത്തില്ല, സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂസുമില്ല, മീഡിയാസ്റ്റേണത്തിൽ മെറ്റ്സ് ഉള്ളത് കൊണ്ട് സർജറി ചെയ്തിട്ട് ഒരു യൂസുമില്ല, വെറുതെ ബ്രസ്റ്റ് എടുത്ത് കളയാന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ ഡോക്ടർ തന്നെ പിറ്റേ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് 6 കോഴ്സ് കീമോതെറാപ്പി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ സർജറിയും തരാം, റേഡിയേഷനും തരാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ ട്രീറ്റ്മെൻറ്റ് കോഴ്സും കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ആ സർട്ടിഫിക്കറ്റിൽ ഡിസീസ് ഫ്രീ എന്നും പറഞ്ഞിട്ട് ഡോക്ടർ എഴുതി സൈൻ ചെയ്ത് തന്നേക്കുന്ന സർട്ടിഫിക്കറ്റാണ് സിസ്റ്ററിൻ്റെ കയ്യിൽ ഞാൻ ടേബിളിൽ കൊടുത്തേക്കുന്നത്. അങ്ങനെ ഞങ്ങളെ ഓരോ കാര്യങ്ങൾക്കും അതുപോലെ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ജോലി ഇല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി ദിവസം പോലും ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കീമോ എടുക്കും, ഞാൻ ഛർദ്ദിക്കും, ബാത്റൂമിൽ പോവും. അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിയുമ്പം എങ്ങനെയെങ്കിലും ജോലിക്ക് പോവും, അവിടെ ചെല്ലും, ബാത്റൂമിലോടും, 2-3 രോഗികൾ നോക്കും, തിരിച്ചു വരും. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എന്താണെന്നറിയത്തില്ല, ഒരു കുഴപ്പങ്ങളും ഇല്ലാത്തോളം മാതാവ് കാക്കും. വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എഴുന്നേക്കാനേ പറ്റില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കാനെല്ലാം കൂടിയും കൊണ്ട് ഞങ്ങളവിടെ അങ്ങനെ ജീവിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആണെങ്കിലും ഞങ്ങൾക്ക് ജോലിയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ശമ്പളം കൊണ്ട് നമുക്ക് റെൻറ്റ് കൊടുക്കാനും അവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ഇതിലാകത്തില്ല. ഹസ്ബൻഡിനൊരു ജോലി ഇല്ലായിരുന്നു, പുള്ളി ജസ്റ്റ് ഓടിക്കൊണ്ടെന്നല്ലേ. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മാതാവ് ഒരു കെയർ ഹോമിൽ പുള്ളിക്കൊരു ജോലി ആദ്യം കൊടുത്തു. അതോട് അനുഗ്രഹിച്ച് എനിക്ക് ജോലി ഇല്ലാത്തിരുന്ന അത്രയും കാലങ്ങളിൽ മാതാവ് എൻ്റെ അതേ സാലറിയിൽ പുള്ളിക്ക് അവിടെ ജോലി നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ഇപ്പം മാതാവിൻ്റെ അടുത്ത് നന്ദി പറയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഞാൻ 3 മാസം കഴിഞ്ഞപ്പം എനിക്ക് ഉടമ്പടി പുതുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ തന്നെത്താനെ ഉടമ്പടി പുതുക്കുക. അതിനങ്ങോട്ട് ഞാൻ ഇവിടെ വന്ന് പുതുക്കുന്നില്ല. അങ്ങനെ അന്ന് മുതൽ ഈ നാട്ടിലും ഇനി 26-ാം തീയതി അന്ന് വരെ ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നത്. ഇതുവരെ ഞാൻ 2023 ജനുവരി 26-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അന്ന് തൊട്ട് ഈ ഇവിടെ വരുന്ന എൻ്റെ 2 ദിവസം പോലെ 1-2 ദിവസമൊക്കെ ഇടയ്ക്ക് മുടങ്ങിയതല്ലാതെ ഞാൻ അരമണിക്കൂർ ബൈബിൾ വായന മുടക്കിയിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അധികം ചെയ്യാനായിട്ട് എൻ്റെ ആരോഗ്യം വെച്ച് പുറത്തു പോയി ചെയ്യാനായിട്ട് ഉള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊരു അനാഥാലയത്തിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഇപ്പോൾ പ്രാർത്ഥനയിൽ നിലനിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോഴും ബൈബിൾ വായിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ കെയർ ഹോമിൽ തന്നെയാണെങ്കിലും എനിക്ക് നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ആദ്യം ഞാൻ കെയറായിട്ടാണ് പോയത്, സീനിയർ കെയറായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വയ്യായിക കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ മാനേജർ എനിക്ക് 2 മാസത്തെ ഒരു കോഴ്സ് അവിടെ അറ്റൻഡ് ചെയ്യിപ്പിച്ച് കെയർ ഹോം അസിസ്റ്റൻറ്റ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞു, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഴ്സ് തന്നെ പഠിപ്പിച്ച് എന്നെ അവിടെ നേഴ്സിംഗ് ജസ്റ്റ് മെഡിസിൻ കൊടുക്കുക മാത്രം ചെയ്താൽ മതി, വേറെ ഒരു പണികളുമില്ല, ഡോക്യുമെൻറ്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ അതിനു വേണ്ടി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 എക്സാം, CBT ഓസ്കിയും 2 എക്സാം ഉണ്ടായിരുന്നു. CBT എഴുതാൻ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യത്തെ CBTക്ക് ഞാൻ ശരിക്കും പഠിച്ചൊന്നുമില്ല, പഠിച്ചതിനാകെ 10 ക്വസ്റ്റ്യനേ വന്നുള്ളൂ. അതിൽ 80% മാർക്ക് ഉണ്ടായാലേ പാസ്സാവുള്ളായിരുന്നു. പക്ഷെ ഞാൻ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ടിക്കിടുമ്പോഴും മാതാവിൻ്റെ ഈ ക്യാഷ് രൂപം ഞാൻ ഇങ്ങനെ കൈപിടിച്ച്, മാതാവേ, നീ എനിക്കിതിന് മാർക്കിടണം, നീ എനിക്ക് മാർക്കിടണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞാൻ
റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാതാവ് എനിക്ക് അതിൻ്റെ ജയം തന്നു. അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഒരു അഹങ്കാരമായിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് ഞാൻ ഓസ്കി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായി ഇത് ഞാൻ സൗദിയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം അതുപോലെയൊക്കെ. അപ്പോൾ അത് ഈസിയാണെന്ന് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഹങ്കാരം വന്നു കഴിഞ്ഞ് ഞാൻ അങ്ങനെ പോയി അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചാൻസിൽ എനിക്കത് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയിട്ട് ഈ സ്റ്റെപ്പ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഓർത്തു ഈ ഒരു കാര്യം ഞാൻ അത് ചെയ്തില്ലല്ലോ, ഞാൻ തോറ്റുപോകുന്നു. അതുകൊണ്ട് ഞാൻ 10 ഉണ്ട് നമുക്കവിടെ ചെയ്യാനായിട്ട് എക്സാം പാസ്സാവാനായിട്ട്. അതിൽ 8 പാസ്സായി. ആ ഒരെണ്ണത്തിൽ മിസ്റ്റേക്ക് വന്നതും കൊണ്ട് 2 പാസ്സായില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അഹങ്കാരം കൊണ്ട് പറ്റത്തില്ല, മാതാവിനെ തന്നെ പിടിക്കാതെ വെച്ചു. പിന്നത്തെ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ഈ കാശിരൂപം കയ്യിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ നീ എന്നെ കാത്തോളം, എനിക്കറിയാമെങ്കിലും നീ അതെനിക്ക് മറന്നുപോയി ഞാൻ ആദ്യത്തെ പ്രാവശ്യം, പക്ഷേ നീ എന്നെ എല്ലാം ഉറപ്പിച്ച് തരണേന്ന് പറഞ്ഞു. 2ാമത്തെ അറ്റംപ്റ്റിൽ അത് ക്ലിയർ ചെയ്ത് ഇനി മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പിൻ നമ്പറിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. സങ്കീർത്തനം 23 4-ാം തിരുവചനത്തിൽ അരുളി ചെയ്യുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. തൻ്റെ രോഗാവസ്ഥകളും എങ്ങനെയാണ് 2 ഡോക്ടേഴ്സും, അതായത് UK-യിലും ഇവിടെയും നീ മരിച്ചു പോവുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇവിടെ വന്ന് സിന്ധു കുര്യൻ സാക്ഷ്യം, അതായത് ദൈവം തനിക്ക് തിരിച്ചു നൽകിയ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളത് ബോധ്യമായ തൻ്റെ ജീവിത നിമിഷങ്ങളെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനെ തൻ്റെ രോഗവിവരങ്ങളെല്ലാം ഈ മകള് ക്ലിയറായിട്ട് പറഞ്ഞു. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന ആ ഗ്രോത്തൊക്കെ അതെല്ലാം പിന്നീട് കാണുന്നില്ല. അതായത് അതിനു മുൻപ് വരെ ക്യൂറേറ്റീവ് കീമോ പറ്റില്ല, പാലിയേറ്റീവ് കീമോ അത് മാത്രമേ നിനക്ക് പറ്റുകയുള്ളൂ. അതായത് പാലിയേറ്റീവ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, അത് പിന്നീട് ഒരു പ്രതീക്ഷയില്ല. ആ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെടുന്ന പേഷ്യൻസിനാണ് പാലിയേറ്റീവ് കെയർ കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്നൊക്കെ ഇന്ന് തൻ്റെ ഉടമ്പടി ജീവിതം തന്നെ എങ്ങനെ കൂടുതൽ ഉണർവുള്ള മകളാക്കി എന്നുള്ളതാണ് സിന്ധു ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നീട് തൻ്റെ ജോലിയിൽ എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുകൾ, അതിനൊക്കെ എങ്ങനെയാണ് തനിക്ക് ഒരു മാതാവിനെ പോലെ തൻ്റെ മാനേജർ തന്നോട് പെരുമാറി എന്നൊക്കെയാണ് ഈ മകൾ പറയുക. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യവുമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:20 നാം വായിക്കുന്ന തിരുവചനങ്ങളാണ്. തൻ്റെ ഉള്ളിലിരുന്ന് മാതാവിനോട് ചോദിച്ച് ഓരോ കാര്യവും മാതാവ് തൻ്റെ ഉള്ളിലിരുന്ന് തനിക്ക് പറഞ്ഞു തന്നു. ആ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സും കൂടി നമുക്ക് വേണം. ഇത് വെറുതെ തോന്നലാണോ എന്ന് വിചാരിച്ച് തട്ടിക്കളയാം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ദൈവമാണ് എനിക്കത് പറഞ്ഞു തരുന്നതെന്ന് തോന്നുകയുള്ളൂ. അങ്ങനെ ആ ഒരു ബോധ്യങ്ങളൊക്കെ ഈ മകൾക്ക് കിട്ടി. തന്നെ നയിച്ച താൻ എങ്ങനെയാണ് ഉടമ്പടി കാശുരൂപമൊക്കെ കൊണ്ടുപോയി ഓരോ കാര്യങ്ങളിലും തനിക്കത് കൃപയായി മാറുന്നത്. പരീക്ഷ സമയങ്ങളൊക്കെ തനിക്ക് എങ്ങനെ തൻ്റെ കഴിവിൽ വിശ്വസിച്ചപ്പോൾ തനിക്ക് പരീക്ഷ എങ്ങനെയായിരുന്നു. എന്നാൽ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളിലൊന്നാണ്. അങ്ങനെ തന്നെ ബോധ്യപ്പെടുത്തി ദൈവത്തിൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ ഈ മകൾക്ക് കിട്ടിയ കൃപകളാണ് ഇന്ന് സാക്ഷ്യങ്ങളായിട്ട് ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.